യേശു തമ്പുരാന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം എല്ലാവരെയും അറിയിക്കുന്നു. ഇന്ന് പ്രാരംഭമായി അപ്പോസ്തലനായ പൗലോസ് എബ്രായ സഭയ്ക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14, 15, 16 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. എബ്രായ 2, 14, 15, 16 ശുപാർശ വായിച്ചാൽ. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായിരുന്ന പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്ന ഒക്കെയും പിടിച്ചു. ഒരു നിമിഷം നിർത്തണേ. എന്താണ് യേശുക്രിസ്തുവിന്റെ ഈ ഭൂമിയിലോട്ടുള്ള വരവിന്റെ ലക്ഷ്യം? അല്ലെങ്കിൽ വചനമായ ദൈവം ജഡമെടുത്ത് ഈ പ്രപഞ്ചത്തിൽ നമുക്ക് തുല്യമായി ഈ ഭൂമിയിൽ വന്ന് പാർത്ത് ക്രൂശിക്കപ്പെട്ട് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്നുള്ള വസ്തുത പഠിക്കുമ്പോൾ അത് എന്തിന് എന്നുള്ളത് അറിയേണ്ടത് ആവശ്യമാണ്. ജീവപര്യന്തം മരണത്തിന് ഭയപ്പെട്ടിരുന്ന, മരണശക്തികളുടെ മുമ്പിൽ തോറ്റുപോയ മാനവരാശിയെ പാപത്തിന്റെയും ദുഷ്ട സ്വഭാവങ്ങളുടെയും ഒക്കെ ഉടമസ്ഥനായ ദുഷ്ടപിശാചിന്റെ ആധിപത്യത്തിന് കീഴിലിരുന്ന മാനവരാശിയെ മോചിപ്പിക്കുവാൻ വേണ്ടി വചനമായവൻ ജഡമെടുത്ത് ഈ പ്രപഞ്ചത്തിൽ നമുക്ക് വേണ്ടി ഇറങ്ങി വന്നു. നമുക്ക് തുല്യമായി ഈ ഭൂമിയിൽ പാർത്തു. അതാണ് മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് അവനും അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിൽ ഇൻകാർണേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിന്റെ മനുഷ്യാവതാരം. അവൻ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണ് എന്ന് പറയുന്നതിന്റെ കണ്ടന്റ് ഇതാണ്, അല്ലേ? വചനമായ ദൈവം നമുക്ക് തുല്യമായി ഭൂമിയിൽ വന്നു പാർത്ത് മാനവരാശിയെ മരണഭീതിയിൽ നിന്നും പുറത്തു കൊണ്ടുവന്നു. ആരെ കൊണ്ടുവന്നു? മാനവരാശിയെ മരണഭീതിയിൽ നിന്നും പുറത്തു കൊണ്ടുവന്നു. അത് വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ പിന്നെ മരണഭയം ഉണ്ടാകുകയില്ല. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. മരണത്തിന്റെ അധികാരിയായിരുന്ന പിശാചിനെ നിന്റെയും എന്റെയും ജീവിതത്തിൽ നിന്നും നീക്കി കർത്താവ് തന്റെ രാജ്യത്തിൽ ഉറപ്പിച്ചു. ദൈവരാജ്യത്തിൽ നമ്മളെ യഥാസ്ഥാനപ്പെടുത്തി. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം നമ്മള് കോട്ടേജ് മീറ്റിംഗിൽ പഠിച്ചൊരു വിഷയമുണ്ട്. യോഹന്നാൻ 4-ാം അധ്യായത്തിൽ അതിന്റെ 51 മുതൽ 58 വരെയുള്ള വാക്യങ്ങൾ വായിച്ചപ്പോൾ അവിടെ ഇപ്രകാരം വായിച്ചു: എന്നെ തിന്നുകയും എന്നെ കുടിക്കുകയും ചെയ്യുന്നവന്റെ അകത്ത് നിത്യജീവനുണ്ട്. എന്റെ മാംസവും എന്റെ രക്തവും നിങ്ങളുടെ ശരീരത്തിന്റെ ഭാഗമായി മാറിയാൽ നിങ്ങളുടെ ശരീരത്തിൽ നിത്യജീവൻ വന്ന് വാഴുന്നു. ഞാൻ എന്റെ പിതാവിനും പിതാവിനും എന്നിലും ആയിരിക്കുന്നത് പോലെ നിങ്ങളും ഞാനും ഒന്നാകുന്ന പ്രോസസ്സാണത്. നിത്യജീവന്റെ ശക്തി ക്രിസ്തുവിലൂടെ എന്റെ ലൈഫിൽ വന്നു. എവിടുന്നാണ് എന്നെ ദൈവം ആ മഹത്വത്തിലേക്ക് കൊണ്ടുവന്നത്? പിശാചിന്റെ അന്ധകാര ശക്തികളുടെ അധീനതയിൽ നിന്ന് എന്നെ എന്റെ ദൈവം കൈക്ക് പിടിച്ച് പുറത്തു കൊണ്ടുവന്നു. ഹല്ലേലൂയ. മരണഭീതിയിലായിരുന്നു എന്നെ പുറത്തു കൊണ്ടുവന്നു. വായിച്ചാട്ടെ. ദൂതന്മാരെ സംരക്ഷണ ചെയ്യുവാനല്ല. ആരെ? അബ്രഹാമിന്റെ സന്തതി. പ്രവൃത്തിയിലൂടെ നീതീകരണം പ്രാപിക്കുന്ന ജനമല്ല അബ്രഹാമിന്റെ സന്തതി. വിശ്വാസത്താൽ നീതീകരണം സിദ്ധിച്ചവരത്രേ അബ്രഹാമിന്റെ സന്തതി. എനിക്ക് വേണ്ടി കാൽവരി കൊലക്കളത്തിലൊരു പൂർത്തീകരണ ശുശ്രൂഷ നടന്നു കഴിഞ്ഞു. ഞാൻ ചലിക്കുന്നത് ആ പൂർത്തീകരണ ശുശ്രൂഷയുടെ മഹത്വത്തിലാണെന്ന് വിശ്വസിക്കുന്നവരത്രേ അബ്രഹാമിന്റെ സന്തതികൾ.
സ്തോത്രം. ഹല്ലേലൂയ. അതേതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയയിൽ താമസിക്കുന്ന ഒരു ജനപദത്തെ കുറിച്ചല്ല ഈ പറയുന്നത്. നേരെ നമ്മുടെ നോട്ടം പോകുന്നത് എങ്ങോട്ടാണെന്നും നമ്മൾ കേൾക്കുന്ന വാർത്തകൾക്കനുസരിച്ച് സ്തോത്രം ഹല്ലേലൂയ ലോക രാജ്യങ്ങളുടെ ശ്രദ്ധ പോകുന്ന രാജ്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിയാറുണ്ട് പലപ്പോഴും. പക്ഷെ അതല്ല. അബ്രഹാമിന്റെ സന്തതി നീയാണ്, നിങ്ങളാണ്. ഹല്ലേലൂയ. കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരത്രേ അബ്രഹാമിന്റെ സന്തതികൾ. അപ്പൊ അവരെ സംരക്ഷണം ചെയ്യുവാൻ അത്രേ എന്റെ കർത്താവ് വന്നത്. രാമീൻ പറഞ്ഞ 16-ാമത്തെ വാക്യം. സ്തോത്രം. റോമൻസ് 8-ാം അധ്യായം അതിന്റെ 15 മുതൽ 17 വരെയുള്ള ഭാഗങ്ങൾ ജോസഫ് നിന്ന് വായിച്ചാണ്. റോമൻസ് 8-ന്റെ 15, 16, 17 വാക്യം. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസത്വത്തിന്റെ ആത്മാവിനെ അല്ല, നാം അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ നാം പ്രാപിച്ചിരിക്കുന്നത്, നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എന്തിനാ? സ്വപുത്രത്വത്തിന്റെ ആത്മാവ്. അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന യേശുവിന്റെ ആരാ? അങ്ങ് വെണ്ടയ്ക്ക് നോ, എന്റെ അപ്പയ. എന്റെ കരച്ചിൽ കണ്ടിട്ട് മറികടന്നു പോകുന്നവനല്ല. എന്റെ ഹൃദയത്തിന്റെ നെടുവീർപ്പ് കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ പോകുന്ന ആളല്ല. എന്റെ കണ്ണ് നിറയുന്നത് കണ്ടിട്ട് എന്നെ ശ്രദ്ധിക്കാതെ പോകുന്ന ആളല്ല. ആണ് എന്റെ ജീവിതത്തിൽ, എന്റെ ദുഃഖങ്ങളുടെ നടുവിൽ, എന്റെ പ്രയാസങ്ങളുടെ നടുവിൽ, എന്റെ വേദനകളുടെ നടുവിൽ ഇറങ്ങി വരുന്ന എന്റെ ദൈവം. ആ ദൈവത്തെ എനിക്ക് അപ്പാന്ന് വിളിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. മനസ്സിലാകുന്നുണ്ടോ? ആ ദൈവത്തെ എനിക്ക് അപ്പാന്ന് വിളിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. സ്തോത്രം. വായിച്ചാണ്ട്. നാം ആരാ? ദൈവത്തിന്റെ മക്കളെന്നും ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. നമ്മൾ ആരാണ്? ദൈവത്തിന്റെ മക്കളാണ്. ആണോ? ഒരു ഉറപ്പുണ്ടാകണം. നാം മക്കളെങ്കിലോ അവകാശികളുമാവുന്നു. കേട്ടോ? ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളുമാകും. സ്തോത്രം. എബ്രായർ 2-9 വാക്യമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു. സർവമഹത്വത്തിന്റെയും സർവത്തിന്റെയും ആധാരമായ സർവശക്തനായ ദൈവം, വചനമായ ദൈവം, അവൻ ഈ ഭൂമണ്ഡലത്തിൽ ദൂതന്മാരെക്കാളും താഴ്ന്ന അവസ്ഥയിൽ ഈ ഭൂമണ്ഡലത്തിൽ ഇറങ്ങി. ഇവിടെ ഇടുന്നുണ്ടോ? മരണമില്ലാത്ത ദൂതന്മാരെക്കാളും താഴ്ന്ന അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് തുല്യമായി അവൻ ഈ ഭൂമിയിൽ വെളിപ്പെട്ടു. എന്തിനു വേണ്ടി? മരണത്തിന്റെ അധികാരിയായിരുന്ന പിശാചിൽ നിന്നും നമ്മളെ അവൻ പിടിച്ചു മാറ്റി, അവന്റെ രാജ്യത്തിൽ ഉറപ്പിച്ചു. ഹല്ലേലൂയ. ഇനി നീ മരണത്തെ ഭയക്കുന്നെങ്കിൽ, ഇനി നീ രോഗത്തെ പേടിക്കുന്നെങ്കിൽ, ഇനി നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്നവരുടെ ആക്രോശം കേട്ട് അവരുടെ വാക്ക് കണ്ട് നീ തലകുനിക്കുന്നെങ്കിൽ, നിന്റെ അകത്തിരിക്കുന്ന ദാസത്വത്തിന്റെ ആത്മാവാണ്, സ്വപുത്രത്തിന്റെ ആത്മാവാണെങ്കിൽ നീ വിളിച്ചു പറയും, ഹേ മരണമേ, നിന്റെ ജയം എവിടെ? മരണശക്തികൾ ഒതുക്കാൻ പറ്റാത്ത ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി നിങ്ങളിൽ വ്യാപരിക്കുന്നു. പിടികിട്ടുന്നുള്ള പിടികിട്ടിന് മാത്രം ഒന്ന് കർത്താവിനെ ശ്രമിച്ചാട്ട്. എന്താ വ്യാപരിക്കുന്നേ? മരണത്തെ ജയിച്ചവന്റെ ശക്തി, ആ പാതാള ഗോപുരങ്ങളെ തകർത്തവന്റെ ശക്തി. 17 വാക്യം പൂർണ്ണമായോ? വായിച്ചാട്ടെ. ക്രിസ്തുവിന് കൂട്ടവകാശികളും സ്തോത്രം. ഒന്ന് ചേർന്ന് നിർത്താൻ ശ്രദ്ധിച്ചാട്ട്. അപ്പൊ ജീവിതത്തിൽ ക്രിസ്തു നിമിത്തം കഷ്ടങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ അത് വലിയൊരു വിഷയമായി നമ്മൾ ഉയർത്താറില്ല. എന്താ കാര്യം? ഞാൻ കാണുന്ന ഒരാളെ കാണുന്നുള്ളൂ. ആരെയാ? യേശു. ഇന്ന് ഞാൻ നേരിടുന്ന വിഷയങ്ങൾക്കെല്ലാം മറുപടി തരുവാൻ എന്റെ ദൈവം വലിയവനത്രേ. ഇവിടെ നേരത്തേക്കുള്ള ലഘുവായ കഷ്ടങ്ങളൊന്നും ഞാൻ എന്ത് ചെയ്യുന്നില്ല. നിത്യ തേജസ്സിന്റെ ഖനമോർക്കുമ്പോൾ അല്ലേ
രാമീൻ പറഞ്ഞാട്ടെ. നമ്മുടെ കർത്താവ് എന്തിനാണ് ഈ ഭൂമിയിൽ വന്നതെന്ന് തിരിച്ചറിയാതെ ഈ ബൈബിൾ പിടിച്ച് ഒരു പേര് കൊണ്ടൊരു ക്രിസ്ത്യാനിയെ നടക്കുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങൾ ക്രിസ്ത്യാനിയാണോ? ആ. എങ്ങനെ ക്രിസ്ത്യാനിയായത്? എന്റെ അപ്പനും അമ്മയും ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഞാൻ ക്രിസ്ത്യാനിയായി. ക്രിസ്തുവിനെ കുറിച്ച് എന്തറിയാം? നിന്റെ അടുത്ത് ജനിച്ചു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു എന്ന് എല്ലാരും പറയുന്നു. അതാ വിഷയം. എല്ലാരും പറയുന്നു, നീയും പറയുന്നു. വിശ്വാസമില്ല. അതിനെന്ത് പറയുന്നു? വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അത്യന്ത ശക്തിയുടെ വലിപ്പം. യഥാർത്ഥത്തിൽ വിശ്വാസം ഉണ്ടായത് എന്ന് മുതല ഇവിടെ ഇരിക്കുന്നവരുടെ ജനിച്ചപ്പോ പോയ വിശ്വാസത്തിലായിട്ടാണ് ഒരാളെ ഇരിക്കുന്നവരൊക്കെ അല്ല. പ്രത്യേകമായ ചില സാഹചര്യങ്ങളിൽ ക്രിസ്തുവിനെ എന്റെ രക്ഷിതാവെന്ന്, ക്രിസ്തുവിനെ എന്റെ നാഥനെന്ന് വിളിച്ചു പറയാൻ നിങ്ങൾക്ക് പ്രാഗൽഭ്യമുണ്ടായി അല്ലേ? ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 17-18 വാക്കുകൾ നിന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 17-18 വാക്കുകൾ വായിച്ചാൽ. അവനെ കണ്ടിട്ട് യോഹന്നാൻ മരിച്ചവനെ പോലെ ആയി അവന്റെ കാൽക്കൽ വീണു. അവൻ വലം കൈ എന്റെ മേൽ വെച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും. അങ്ങനെ പാട്ട് പാടാറുണ്ടല്ലേ? എന്റെ കത്ത് പറഞ്ഞു വേണം പാടാൻ. ആദ്യനും അന്ത്യനും നീ മാത്രം യേശുവേ, സ്തുതികൾക്കും പുകഴ്ചയ്ക്കും എന്നും യോഗ്യൻ യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു കർത്താവ് യോഹന്നാന്റെ തോളത്ത് കൈവച്ചുകൊണ്ട് പറയുകയാണ്, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു. ബാക്കി വായിച്ചാണ്. ജീവനുള്ളവനുമാകുന്നു. അടിവരായിട്ട് പഠിക്കേണ്ട വിഷയമാണ്. വായിച്ചു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കുമായി ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. കേട്ടോ, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. ആരാ പറഞ്ഞേ? എന്റെ നാഥൻ, മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ എന്റെ കർത്താവ്. ഹല്ലേലൂയ. ആ കർത്താവിന്റെ മഹത്വത്തെ കുറിച്ചുള്ള ബോധ്യം നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ എന്തിനേലും ചൊല്ലി ഭയമുണ്ടാകൂ. വായിച്ചാട്ടെ, അത് പൂർണ്ണമാക്കിയാണ്. ഇന്നൊന്ന് വായിച്ചു. മരണത്തിന്റെയും എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും എല്ലാവരും ചേർന്ന് പറഞ്ഞ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. എല്ലാരും പറഞ്ഞോ. പിന്നെ നീ പേടിക്കും. നീ ആരെ വിശ്വസിക്കുന്നത് എന്നൊരു ബോധ്യം നിങ്ങളുടെ അകത്ത് ഉണ്ടാകേണ്ടത് ആവശ്യമാകും. കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. അരുമനാഥ, പ്രിയ പിതാവേ, കർത്താവേ, ഞങ്ങൾ ആരെ വിശ്വസിക്കുന്നു എന്നുള്ളൊരു ബോധ്യം ഞങ്ങളുടെ മേൽ പകരുന്നതിനെ ഓർത്ത് സ്തോത്രം. എന്തിനാണ് എൻ്റെ അപ്പ ഈ ഭൂമണ്ഡലത്തിൽ എത്തപ്പെട്ടത്? ഹല്ലേലൂയ. യേശു കർത്താവിന്റെ പദ്ധതി എന്തായിരുന്നു? കാൽവരി കൊലക്കളത്തിൽ എന്താണ് നടന്നത്? ആ ഒരു ബോധ്യം ഞങ്ങളുടെ മേൽ പകർന്നതിനെ ഓർത്ത് സ്തോത്രം. കർത്താവിന്റെ മഹത്വം വ്യാപരിക്കപ്പെടുന്നതിനെ ഓർത്ത് സ്തോത്രം. തമ്പുരാന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ലാസ്റ്റ് ടൈം ബ്രൈറ്റ് ചർച്ചിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയുകയാണ്, എന്റെ കർത്താവ് ഒരു നാളും നിങ്ങളെ കൈവിടുകയില്ല. അവൻ നിങ്ങളെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല.